അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മീഷോയിൽ പരസ്യം എങ്ങനെ ചെയ്യാം, ആഡ് ക്യാമ്പയിൻ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ക്യാമ്പയിൻ എങ്ങനെ നമുക്ക് റൺ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആഡ് ക്യാമ്പയിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ മീഷോന്റെ സൈറ്റിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ബേബി ടവലിന് സെർച്ച് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കാണുന്ന ഈ പ്രൊഡക്റ്റ് ഓർഗാനിക്കലി വരുന്ന ഒരു സെർച്ച് റിസൾട്ട് തന്നെയാണ്. പക്ഷേ രണ്ടാമത് കാണുന്ന പ്രൊഡക്റ്റ് കണ്ടത് നിങ്ങൾ ഇതിൻ്റെ താഴെ കാണുന്ന ഒരു AD എന്ന് പറഞ്ഞിട്ട് അത് ഒരു ആഡ് ത്രൂ വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ആഡ് ത്രൂ വരുന്ന പ്രൊഡക്റ്റാണിത്. പിന്നെ നമ്മൾ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഓർഗാനിക്കലി വന്നതാണ്. പക്ഷേ ഈ ഒരു AD എന്ന് കണ്ട ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് ആഡ് ത്രൂ വന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആണോ ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ ആഡ് റൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഫസ്റ്റ് പേജിലോ സെക്കൻഡ് പേജിലോ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കപ്പെടും. അതിലൂടെ നമുക്ക് എന്താണ്, ക്ലിക്കുകൾ കൂടുകയും വ്യൂസ് കൂടുകയും നമ്മുടെ സെയിലിന് ഒരുപാട് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. ജസ്റ്റ് നമ്മൾ നല്ല പ്രൈസ് കൂടെ ഉണ്ടാവണം കേട്ടോ. നല്ല പ്രൈസ്, നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ആഡ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് വലിയ പ്രൈസ് കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ലെവലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ആഡ് ക്യാമ്പയിന് നമ്മൾ നടത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ സ്ക്രീനിൽ നമ്മൾ കണ്ടല്ലോ, ആഡ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു ലിസ്റ്റിംഗിൽ ഫസ്റ്റ് പേജിൽ സെക്കൻഡ് പേജിലൊക്കെ വരുന്നു. ആഡ് കൊടുക്കാതിരിക്കുമ്പോൾ നോർമലി നമ്മുടെ പ്രൊഡക്റ്റ് പിറകിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽ കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു ആഡ് ക്യാമ്പയിൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ആഡ് ചെയ്യണമെന്നുള്ളതിന്റെ ആവശ്യം മനസ്സിലായി, ആഡ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലായി. ഇനി ആഡിങ് ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെ നമുക്കൊരു ക്യാമ്പയിൻ നടത്താം എന്നുള്ളതാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ വിശദമായി തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചു തന്നെ കാണണം. കാരണം ഇതിനിടയിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മിസ്സായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് തന്നെ, വളരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും.